കാസർഗോഡ് കുമ്പളയിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന് യൂട്യൂബർ ഹെലൻ ഓഫ് സ്പാട്ടയ്ക്ക് എതിരെ കേസ്. വാഹന പരിശോധനയ്ക്കിടെ മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം പ്രതി വാഹനവുമായി കടന്നു കളഞ്ഞെന്ന് അങ്ങനെ 2026 യൂട്യൂബേഴ്സ് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും കൂടെ അങ്ങ് കൊണ്ടുപോവുകയാണ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പതിവ് പോലെ പുതിയ വീഡിയോക്കകത്തോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. ഹെലൻ ഓഫ് സ്പാട്ടേൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം സ്വന്തം അഭിപ്രായം ഒരു മറവും കൂടാതെ വെട്ടി തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ പുള്ളിക്കാരിൻ്റെത്. ടിക്ടോക്കിലെ സമയത്ത് അങ്ങനെയുള്ള വീഡിയോസിലൂടെ മാത്രം വൈറലായ പുള്ളിക്കാരി പിന്നെ അങ്ങനത്തെ വീഡിയോസ് എല്ലാം നിർത്തി ഇതേമാതിരി റിയാക്ഷൻ സംഭവങ്ങളിലോട്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഒരു പരിധിവരെ അവരുടെ വീഡിയോസ് കാണുമ്പോൾ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വേറൊരു പരിധിവരെ വിവരമില്ലായ്മയിൽ എന്തെല്ലാമോ വിളിച്ച് പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരാരെങ്കിലും ഡ്രഗ് ആൻഡ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ ഇതേമാതിരി നിർത്താണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ന്യൂസിലൊന്നും അങ്ങനെ വലിയ വാർത്ത കൊടുക്കില്ല. കാരണം അവരാരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അവർ സ്വന്തം കാര്യം നോക്കി പണിയെടുത്ത് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ആരെയും ഇതേമാതിരി എടുത്തിട്ട് അലക്കത്തില്ല. പക്ഷെ അതേമാതിരിയല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അത്യാവശ്യത്തിന് ഫെയിമുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അവർ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയും ഘോരം പ്രസംഗിക്കുകയും ശരിതെറ്റുകൾ വേർതിരിച്ച് മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരുന്ന സമയത്ത് മാക്സിമം അത് ആളുകളിലേക്ക് എത്തിക്കാനും അത് മുതലെടുക്കാനും അതൊരു വാർത്തയാക്കാനും തന്നെ ആൾക്കാർ ശ്രമിക്കുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ധന്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെയ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും, പിന്നെ അല്ലാണ്ട് ഈ ജാസി, പിന്നെ ആരൊക്കെയായിരുന്നു, ഫസ്മീന സക്കീർ, അങ്ങനെയുള്ള ഒത്തിരി പേര്. അവരുടെ എല്ലാവരുടെയും വീഡിയോയിലോട്ട് നമ്മൾ വരാം. അവരെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം ജാസി, ഫസ്മീന സക്കീർ, പോരാത്തിന് നമ്മൾ RJ ബിൻസി, ബിഗ് ബോസിലുണ്ടായിരുന്ന RJ ബിൻസി വരെ ഇവരെ നോക്കിക്കൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഹെലൻ ഓഫ് സ്പാട്ട മദ്യത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയിലെ ക്ലിപ്പ് കാണാം. അതുപോലെ തന്നെ ബാറിൽ ചെറുതായിട്ട് ബാറിൽ നിന്ന് ഇറങ്ങി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെയുള്ള രീതിയിൽ ഒരു സാധനം വരുന്നുണ്ട്. ഫൈൻ. ഇപ്പം എന്നെ ഒരാളും ഇപ്പം ഇന്റർവ്യൂ കാണുന്നതാവട്ടെ ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഓക്കെ. രണ്ടാമത് ഞാൻ ഇന്നേ ഒരു ബിയർ ബോട്ടിൽ പിടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബാറിൽ നിന്ന് അപ്പോൾ ചെയ്യാനിട്ടാണ്, കാണാനിട്ടാണ്. പുള്ളിക്കാരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, ഞാനിതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം ആരും കാണാതെയാണ് ഈ പരിപാടി. മദ്യപിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന വ്യക്തിയൊന്നുമല്ല കേട്ടോ ഞാൻ. മദ്യപിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. നമ്മൾ മദ്യപിക്കുന്നത് മറ്റൊരാൾക്ക് ശല്യമില്ലാതെ ചെയ്യുന്ന സമയത്ത് അത് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. മദ്യപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് മേലെ കയറി കിടന്ന് കള്ള് കുടിച്ച് ഇങ്ങനെ കൂത്തടിച്ച് മറിയാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വലിയ മിസ്റ്റേക്കാണ്. അല്ലാതെ നമ്മൾ കൺട്രോളിൽ വല്ലപ്പോഴും ഒന്നോ രണ്ടോ വല്ല പരിപാടിക്കൊക്കെ കഴിക്കുന്നതിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് മദ്യപാനത്തിന് സപ്പോർട്ട് ചെയ്യുന്നതല്ല. ബിയറൊക്കെ നോർമലി ഇപ്പോൾ ഈ ഒരു കറണ്ട് സൊസൈറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആണും പെണ്ണും വേർതിരിവില്ലാതെ ബിയറും മദ്യം എല്ലാം കഴിക്കുന്ന ആൾക്കാരും. പക്ഷേ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. വിൽക്കുന്ന സർക്കാർ പറയുന്നില്ല അത് സ്ത്രീകൾ ഉപയോഗിക്കരുത്, പുരുഷന്മാർ ഉപയോഗിക്കരുത്, കുട്ടികൾ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് വാങ്ങി ഉപയോഗിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ്, ഇങ്ങനെ ഉപയോഗിക്കരുത് എന്നുണ്ടെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം? ഈ കഞ്ചാവും MDMA ഒക്കെ നിരോധിക്കുന്ന മാതിരി മദ്യവും നിരോധിക്കണം. മദ്യപിച്ചിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന എന്തോരം കുടുംബനാഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. മദ്യപിച്ച് ലഹളം ഉണ്ടാക്കുന്ന സ്ത്രീകൾ എന്തോരം നാട്ടിലുണ്ട്. അപ്പോൾ ഈ മദ്യം എന്ന് പറയുന്ന സാധനം ലഹരിയാണ്, അതും പ്രശ്നക്കാരനാണ്. അത് മനസ്സിലാക്കിയിട്ട് അതും കൂടെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ സൊസൈറ്റി കുറച്ചുകൂടെ മെച്ചപ്പെടും, ശരിയല്ലേ? പക്ഷെ അത് ചെയ്യത്തില്ല. കാരണം സർക്കാരിന് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ബീവറേജ് നന്നായിട്ട് റൺ ആവണം, മാക്സിമം ആളുകൾ കുടിക്കണം. ചില സമയത്ത് ഞാൻ ഈ MDMA കഞ്ചാവും ഒക്കെ ഇങ്ങനെ പിടിക്കാൻ പോലീസുകാരെ ത്വര കാണുമ്പോഴായിരിക്കും എൻ്റെ ഒരു ചിന്ത മാത്രമാണ് കേട്ടോ, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ച് ഇതൊക്കെ കൂടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരും കൂടെ മദ്യത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് വീണ്ടും ബിസിനസ് ഡെവലപ്പ് ആവില്ല. എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ. പക്ഷേ MDMA കഞ്ചാവും ഒക്കെ യൂസ് ചെയ്യുന്നത് മിസ്റ്റേക്ക് തന്നെയാണ്. ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി അനുസരിച്ച് അവരത് ക്രൈം ചെയ്യാനുള്ള ഇതിലെല്ലാം പോവും. തെറ്റ് തന്നെയാണ്. ഇപ്പം തൂഫാനൊക്കെ ചെയ്യുന്നത് കണ്ട് സന്തോഷമുണ്ട്. നന്നാവട്ടെ. സൊസൈറ്റിയും വളർന്നു വരുന്ന തലമുറകളും ഡ്രഗിൻ്റെയും മദ്യത്തിൻ്റെ ഒന്നും ലഹരിയിൽ വിടാതെ നല്ല കുട്ടികളായിട്ട് വളരട്ടെ. നമുക്കതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കാം. ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഓക്കെ. രണ്ടാമത് ഞാൻ ഇന്നേ ഒരു ബിയർ ബോട്ടിൽ പിടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബാറിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാൻ പോട്ടെ, എൻ്റെ അച്ഛൻ ഇതുവരെ വെള്ളടിക്കുന്ന ഒരാൾ കണ്ടിട്ടുണ്ടാവില്ല, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ ഒരു കാസർഗോഡും ഒരു ഇവിടെ ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുന്നില്ല, എൻ്റെ അച്ഛൻ കഴിക്കില്ല എന്ന് പറയില്ല, ഞങ്ങൾ മദ്യപിക്കാറില്ല എന്ന് പറയുന്നില്ല, ഞങ്ങൾ മദ്യം കണ്ടിട്ടില്ല എന്നും പറയുന്നില്ല. പക്ഷേ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളാരും ഞങ്ങൾ ഒരു ബാറിൽ പോയി കണ്ടിട്ടുണ്ടാവില്ല, എൻ്റെ അച്ഛൻ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ബിയർ ബോട്ടിൽ പിടിച്ച് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ല, ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ. അവർ ചെയ്യുന്നില്ല എന്നവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി എണ്ണ അടിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്, കുഴപ്പമില്ല. ഇനി ഈ ന്യൂസ് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഫസ്മീന സക്കീറിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം കാണാനിടയായത്. പുള്ളിക്കാരി ഏതാണ്ടൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്, അതൊന്ന് കേൾപ്പിക്കാട്ടോ. ഇങ്ങനെ ഓരോരുത്തരുടെ അവസ്ഥ ആലോചിക്കുമായിരുന്നു. അതായത് ഞാൻ എന്തെങ്കിലും കോൺട്രവേഴ്സിയിൽ വരുമ്പം ഇവർക്കൊക്കെ വീഡിയോ ഇടാൻ യജാതി ഉത്സാഹം അറിയോ.
അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് ഇവര് സ്വന്തമായിട്ട് എക്സ്പോസ് ആവുന്നത് കാണാൻ അതിലും മനോഹരമാണ്. സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ കിട്ടേണ്ടത് കിട്ടും. ചിലര് സ്വന്തമായിട്ട് എക്സ്പോസ് ആവുന്നു, ചിലര് വണ്ടി ഓടിച്ച് മദ്യപിച്ച്. എന്താ ഐ ലൈക്ക് വേർ ദിസ് ഇസ് ഗോയിങ്. ഈ ഹെലനോസ് മാർട്ടിൻ്റെ കേസും ഇവരുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഇവർ എന്തൊക്കെയോ മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ ആളുകൾ എടുത്തിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ അവർ തന്നെ എക്സ്പോസ് ആവുന്ന സമയത്ത് ഈ പുള്ളിക്കാരിക്ക് ഒരു സന്തോഷം എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഹെലനോസ് പാട്ട ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തു. ഭൂരിഭാഗം ആളുകളും കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ചുരുക്കം ചില ആൾക്കാർ മാത്രം പോലീസിൽ പിടിക്കപ്പെടുന്നു. ഫെയിമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഓവറായിട്ട് ഇങ്ങനെ ആളുകളിലേക്ക് എത്തുന്നു. സാധാരണക്കാരാണെങ്കിൽ അതൊരു ഈച്ച കുഞ്ഞു പോലും അറിയുന്നില്ല, അതൊരു പെറ്റി അടച്ചിട്ട് ഒഴിവാക്കി വിടുന്ന ഒരു കേസായിട്ട് മാറുന്നു. ഇനി ഇവരുടെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഫസ്മിന സക്കീറിൻ്റെയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തൊപ്പീനെ തേച്ചു, ലല്ലുവിൻ്റെ കൂടെയുള്ള വിഷയം, അപ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ ആളിക്കത്തിക്കൊണ്ടിരുന്ന വിഷയമാണ്. അതും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിട്ട് വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹെലനോസ് പാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, അവർ മദ്യപിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം, അതിനെ എതിർക്കരുത്. നിങ്ങൾ കുടിക്കരുത് എന്ന് പറയാൻ എനിക്ക് റൈറ്റ് ഒന്നുമില്ല. സർക്കാർ കൊടുക്കുന്ന സാധനമാണ്, അത് സ്ത്രീകൾക്ക് മദ്യപിക്കരുതെന്ന് റൂളൊന്നുമില്ല. പക്ഷേ ആളുകളെ കുറിച്ചിട്ട് വിലയിരുത്തുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ശരിതെറ്റുകൾ വിഭജിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി സൊസൈറ്റിയിലേക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ തെറ്റായ ഇൻഫ്ലുവൻസ് നൽകുന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടങ്ങുന്ന അത്യാവശ്യം ഫെയിമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഭീഷണി ഇല്ലാത്ത വിധം വീട്ടിലെങ്ങാനും ഇരുന്ന് മദ്യപിച്ച് അവിടെ കിടന്ന് ഉറങ്ങുക. അതല്ലാതെ കള്ളു കുടിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്ക് ആയിക്കൊള്ളണമെന്നില്ല. എതിർവശത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തിയുടെ കൺട്രോൾ തെറ്റിയിട്ട് അവരുടെ വാഹനം നിങ്ങളുടെ വണ്ടിയെ ഇടിച്ചു കഴിഞ്ഞാലും അയാൾക്ക് എന്തെങ്കിലും പറ്റുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. അതും പോട്ടെ, ഇനി നിങ്ങളുടെ ഭാഗത്തെ പാകപ്പിഴവ് കൊണ്ട് ഒരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കൊണ്ട് മറ്റൊരാൾക്ക് ശാരീരികമായി ഏതെങ്കിലും രീതിയിൽ വേദനയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് നഷ്ടമോ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആരാണ് തെറ്റുകാർ? നിങ്ങൾ തന്നെയാണ് തെറ്റുകാർ. കള്ളു കുടിക്കാത്ത സാഹചര്യങ്ങൾ ആക്സിഡൻറ്റ് നടക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റാണ്. ന്യൂസെല്ലാം വന്നതിന് ശേഷം രാത്രി ഹെലൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഭാഗം എല്ലാം കൂടെ എടുത്തു വെച്ച് കാണിക്കുന്നില്ല, കാരണം അതിൽ അവർ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തോ അവരുടെ മോർഫ് ചെയ്ത വീഡിയോസും ചിത്രങ്ങളോ ഏതാണ്ടൊക്കെ പ്രചരിച്ച സമയത്ത് ന്യൂസ് ചാനൽ അത് എത്ര ആഘോഷമാക്കിയിരുന്നില്ല. ഇവരടക്കം പല സ്ത്രീകളുടേത്, ഇവരൊരു പെറ്റി കേസ്, അവർ നിസ്സാരമായിട്ടാണ് ആ ഒരു കേസിനെ കാണുന്നത്. ഞാൻ ഒരു ബിയറേ കുടിച്ചുള്ളൂ, ഒരു പരിപാടിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കഴിച്ചേ ഉള്ളൂ, ഇവർ ന്യൂസിൽ പറയുന്നതിൽ വലിയതൊന്നുമില്ല. ഇച്ചിരി കഴിച്ചാലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും സമൂഹത്തിൽ, അതായത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിൻ്റെ കാര്യമില്ലല്ലോ. ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ യുവതലമുറനെ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെയുള്ള ഒരു വ്യക്തി മദ്യപിച്ച് വാഹനം ഓടിച്ച് ആളുകൾക്ക് തെറ്റായ സന്ദേശം കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് പുള്ളിക്കാരി ഇതാക്കിയിട്ട് വളരെ ലാഘവത്തോടു കൂടി ഒരു ബിയറേ കഴിച്ചുള്ളൂ, ഞാൻ ഇച്ചിരി കുടിച്ചുള്ളൂ, ഇവർ ന്യൂസിൽ പറയുന്നവർ വലിയ സംഭവമൊന്നുമില്ല, ഞാൻ അങ്ങനെയാണ് ഓടിച്ചത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെലൻ്റെ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം കാണിക്കാം. പറയാം, വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അത് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. നന്നായി, നിർത്താഞ്ഞ വളരെ നന്നായി. ഇപ്പം ആരും അറിഞ്ഞില്ലല്ലോ അല്ലേ. ഇപ്പം കേരളത്തിലെ പ്രമുഖ ന്യൂസ് ചാനൽസ് ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഹെലനോസ് പാട്ട മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ആ പോലീസിൻ്റെ അടുത്ത് ഒന്ന് വണ്ടി നിർത്തി അവർ പറയുന്നത് കേട്ട് ഒരു വെറ്റി അടിച്ച് അവിടുന്ന് പോരുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം ന്യൂസ് ആവത്തില്ലായിരുന്നു എന്ന്. ഇവരെ മാത്രമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ഒത്തിരി പേര് അവിടെ വന്ന് നിൽക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ആ ലൈനിൽ പോകുമായിരുന്നു. ഇത് നിർത്താതെ പോകുന്നു, പിന്നെ ചേസിങ് ആവുന്നു, പിന്നെ പിടിക്കുന്നു, എന്തൊക്കെയാണ്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലും അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ്, ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി ഒരു പെഗ് എന്നല്ല, ഇനി അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും പറയണം, ഉപദേശവും ഓംഫിക്കലും ഒരുമിച്ച് വേണ്ട. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തു, പോലീസിനെ കണ്ട് നിർത്താതെ പോയി. ഈ നമ്മൾ തന്നെ പറയുന്ന, ഇവർ തന്നെ ഇവരുടെ വീഡിയോക്കകത്ത് ഘോരം പറയുന്ന കാര്യമാണ് എന്ത്,
നിങ്ങൾ ആൾക്കാർക്ക് നിയമത്തിന് പേടിയില്ല. നിയമത്തിന് വഴങ്ങിക്കൊടുത്താലേ എന്തുണ്ടാവുള്ളൂ, മറ്റുള്ള ആൾക്കാർ നിയമത്തിനനുസരിച്ച് ജീവിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ മറ്റുള്ളവർ ഉപദേശിക്കുന്ന ആൾക്കാർ തന്നെ നിയമത്തിന് വിലങ്ങായിട്ട് അല്ലെങ്കിൽ എതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ? ഇപ്പോൾ ഇവർ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തു, പോലീസ് കൈ കാണിച്ച് അവിടെ നിർത്തിയിട്ട് മാന്യമായ രീതിയിൽ നിയമവശങ്ങൾ എന്താണോ അതനുസരിച്ച് മുമ്പോട്ട് പോകണമായിരുന്നു. അതല്ലാതെ അവരെ കൈ കാണിച്ച് വണ്ടി നിർത്താതെ പോയി പിന്നെ അവർ ചേസ് ചെയ്ത് വന്ന് ഇങ്ങനെ വന്നിരുന്ന് മെഴുകിയിട്ടൊന്നിരുന്നു ഒരു കാര്യമില്ല. ഹെലൻ, ഇത് ഹെലൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഇവരെ വിമർശിക്കുന്ന ആൾക്കാരുടെ തന്തയ്ക്ക് വിളിക്കുന്നതാണ് പണി. തെറ്റ് പറ്റി, എന്നാലും സൊസൈറ്റിയാണ്, ആൾക്കാർ കളിയാക്കും, അതുപോലെ ആക്സെപ്റ്റ് ചെയ്യേണ്ട. കളിയാക്കുന്ന ആൾക്കാർ തന്തയ്ക്ക് വിളിക്കുന്നതൊക്കെ ശരിയായ പരിപാടിയാണ്. ഇനി നമ്മളെ ജാസി പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാട്ടോ. എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിന്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആളുടെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? പിന്നെ വേറൊരു കാര്യം പറ്റേ, ഇപ്പൊ നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങൾ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് ധന്യ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണപ്പിക്കാനോ ആരും വരരുത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ എൻ്റെ ഒരു ശത്രുവാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കും. എൻ്റെ ശത്രുവിന് ഒരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. ഇവർ ഈ സംസാരിച്ച് കഴിയുന്നത് വരെ ഒന്നും സംസാരിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, വളരെ പക്വതയോട് കൂടിയുള്ള ഒരു സംസാരം കേട്ടതുകൊണ്ടാണ് ഞാൻ അത് ഇന്റർഫിയർ ചെയ്യാതിരുന്നത്. വളരെ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഹെലനോസ് പാട്ടയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ ആളുകൾക്കും അവരുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങളും പേഴ്സണൽ സ്പേസും അവരുടേതായ അതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ, മനസ്സിലാവുന്ന ഭാഷയിൽ ധന്യനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞത് വളരെ ശരിയാണ്. ഇവർ ഫാമിലി, ഈ ധന്യൻ്റെ കൂടെയുള്ള ഫാമിലിൻ്റെ കൂടെ ഇപ്പോൾ ഇവർ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഹസ്ബൻഡ് അല്ല, ഇപ്പോഴത് സെക്കൻഡ് ഹസ്ബൻഡ് ആണ്. ഫാമിലി കൂടിയില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഭാഗത്തും വേണ്ട. അപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിലേക്കൊന്നും ആരും അന്വേഷിച്ച് പോകാനോ ചൂഴ്ന്നിറങ്ങാനോ അവരെ കളിയാക്കാനോ മോശമായി വിലയിരുത്താനോ മറ്റുള്ളവർ നിൽക്കുന്നില്ല. പക്ഷേ ജാസിൻ്റെയും ആഷിൻ്റെയും കാര്യത്തിൽ ഹെലൻ വല്ലാതെ അവരെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയും പരിഹസിക്കുകയും കളിയാക്കിയല്ല. ഇപ്പോഴാണെങ്കിലും ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം, ജാസി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഹെലൻ ജാസിനെ കളിയായിക്കൊണ്ട് ഇവൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അതിവിടെ പ്രത്യേകിച്ച് എടുത്ത് വെക്കുന്നില്ല, വെറുതെ എന്തിനാണ് നമ്മൾ വഴി അറിയാത്ത ആൾക്കാരെയും കൂടെ അത് കേൾപ്പിക്കുന്നത്. ജാസിൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ നമ്മൾ ഒരുപാട് വിമർശിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെയധികം പക്വതാപരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു. ഹെലന് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് അതേമാതിരി മനസ്സിലാവുന്നതല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഹെലനെ ന്യൂസ് ചാനലിൽ ഒരു ചേച്ചി വന്നിട്ട് ഇരുത്തി കൊടുക്കുന്നുണ്ട്. അവരെ ന്യായീകരിച്ച കാര്യങ്ങളെ കളിയാക്കിയിട്ട് ആ ഒരു വീഡിയോൻ്റെ താഴെ പോയിട്ട് നമ്മൾ RJ ബിൻസി വളരെ ശക്തമായ രീതിയിൽ ഒരു കമൻറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് ആ ന്യൂസിൻ്റെ ചെറിയൊരു വശം കാണാം. ഇന്നലെ ഹെലനോസ് പാട്ട എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ധന്യ എന്നാണ് പെൺകുട്ടിയുടെ പേര്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു. പോലീസ് പരിശോധനയ്ക്കിടെ കൈകാണിക്കുമ്പോൾ നിർത്തുന്നില്ല. അതിനുശേഷം ഇന്നലെ നമ്മളത് വാർത്ത കൊടുത്തു. ഞാനാണ് വൈകുന്നേരം 4 മണി വാർത്ത വായിച്ചത്. വാർത്ത വായിക്കുമ്പോൾ നമ്മളത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി ആ പെൺകുട്ടി ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ ആളുകൾ അയച്ചു തന്നു. നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ആ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. കൗതുകരമാണ്. ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു വിയറടിച്ചു, വാഹനം ഓടിക്കാൻ പറ്റാത്തതാണ്, ഞാനതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനെ ന്യായീകരിക്കുകയാണ്. ആളുകൾ കണ്ട് ചിത്രങ്ങൾ പുറത്തു വരേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്താതിരുന്നത് എന്നാണ് പെൺകുട്ടി പറയുന്നത്. നിയമം ലംഘിച്ചു എന്ന് പറയുകയും അതിനൊരു കാരണം കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കുകയും അല്ല വേണ്ടത്. നിയമം ലംഘിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണ്. നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ അത് നമ്മുടെ മാത്രം റിസ്ക് അല്ല എന്നതാണ്. ഇന്നലെ അതിന് തൊട്ട് മുൻപ് നമ്മൾ കണ്ട മറ്റൊരു വാർത്തയുണ്ട്. ഒരു കുഞ്ഞ് അതിന്റെ അമ്മ റോഡിന്റെ അപ്പുറത്ത് നിൽക്കുന്നു. ഒരു ചിന്തയുമില്ലാതെ, കുഞ്ഞുങ്ങളാണല്ലോ, റോഡ് ക്രോസ് ചെയ്ത് വരികയാണ്. ആ ഡ്രൈവറുടെ ആ മനസാന്നിധ്യവും ശ്രദ്ധയും കഴിവും കൊണ്ടും മാത്രമാണ് കുഞ്ഞും അമ്മയും അപകടത്തിൽപ്പെടാതെ പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നഷ്ടപ്പെട്ടു പോകുമായിരുന്നൊരു ജീവിതം ആ അമ്മയ്ക്കും കുഞ്ഞിനും തിരികെ കിട്ടുകയാണ്. അങ്ങനെ വേണം വാഹനവുമായി നമ്മൾ വഴിയിലേക്ക് ഇറങ്ങാൻ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് മദ്യപിച്ച് മറ്റുള്ളവർക്ക് അപകടകരമാകുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുക, എന്നിട്ട് ന്യായീകരണം പറയാന്നൊക്കെ പറയുന്നത് വളരെ മോശം പ്രവണതയാണ്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നതുകൂടി ചെയ്യണം. കേട്ടല്ലോ, ഇങ്ങനത്തെ ആൾക്കാരെയൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അവരൊന്നും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. അൺഫോളോ, എല്ലാവരും അൺഫോളോ. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, RJ ബിൻസി വന്നിട്ട് കമൻ്റ് ഇട്ടുണ്ട്. ഇത് പുള്ളിക്കാരി ഹെലനോസ് പാട്ട ഇവരെ പണ്ട് എന്തോ ഒരു റിയാക്ഷൻ വീഡിയോ വഴി നല്ല എണ്ണയിലിട്ട് വറുത്ത് കോരിയിട്ടാണ്, എന്തോ കൊളാബ് ചോദിച്ച് പറ്റിച്ചെന്നോ അങ്ങനെ എന്തായിരുന്നു ഇഷ്യൂ, ഞാൻ ശരിയായിട്ട് ഓർക്കുന്നില്ല.
അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. RJ ബിൻസി ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരെ മോശക്കാരാക്കി പറയാൻ ഈ കുട്ടിക്ക് നല്ല കഴിവാണ് ഒരു പരിധി വരെ. അതിൽ RJ ബിൻസി വലിയ മോശക്കാരിയൊന്നുമല്ല നമ്മൾ കണ്ടേക്കുന്നത്. ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാറുണ്ട്, അതെ. ഇപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ ഇങ്ങനെയായി. കൊള്ളാം, നല്ലതാ. ആരായി പറയുന്നതെന്ന് ആലോചിക്കുന്നത്. നീയും ഏകദേശം ഈ വകുപ്പ് തന്നെ പെടുന്നതാണ് ബിൻസി മോളെ, വലിയ മേന്മ പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഹെലനോസ് പാട്ടേൻ്റെ തമാശകൾ. എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി പണ്ടത്തെ പോലെ തന്നെ, പണ്ടത്തേതിലും കൂടുതൽ ശക്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് റീൽസും ഫോട്ടോസും മറ്റു പലതും ഷെയർ ചെയ്യാനൊന്നും പുള്ളിക്കാരി മറക്കുന്നില്ല കേട്ടോ. ബ്രേക്ക് എടുക്കണമെന്നല്ല പറഞ്ഞത്, അതും ആളുകളെ എനിക്കിതൊന്നും ഒരു കൂസലില്ല, എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അത്ര ശരിയായ കാര്യമൊന്നുമല്ല. എപ്പോഴും നമ്മളെ കൺട്രോളിലായിരിക്കണം സ്റ്റിയറിങ്. നമ്മൾ മദ്യപിച്ചിട്ട് കൺട്രോളില്ലാതെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ പോയില്ലേ, പിന്നെ നമുക്ക് ഒരു കാലത്ത് ഉറക്കം കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട്, നിങ്ങളെ വീട്ടുകാർക്കും നിങ്ങളെ വേണം. ആ ഒരു ബോധം കൂടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.